നല്ല മുള്ളുള്ള ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ പകുതി എടുത്ത് വറക്കാനായിട്ട് വെക്കുവാന്നേ. ബാക്കി പകുതി കറിയും വെക്കുന്നുണ്ട്. കറി നാളെ വെക്കാന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ രാത്രിയിലത്തേന് കറിയൊന്നും വേണ്ടല്ലോ നേരം. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ വെളിയിലോട്ട് പാത്രം എടുക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ചീരയുടെ ഇടയ്ക്ക് എന്തോ ബഹളം കേൾക്കുന്നു. ഒരാൾ എന്നെ കണ്ടപ്പോഴത്തേനും ഓടി കേട്ടോ. രണ്ടാമത്തെ ആൾ ഇതാ പയ്യെ പയ്യെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അമ്മ ഇന്ന് പറയാതെ ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് മാങ്ങയും പയറും പാഷൻ ഫ്രൂട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ പാഷൻ ഫ്രൂട്ട്. അപ്പോൾ കുറച്ച് മാങ്ങയും പാഷൻ ഫ്രൂട്ടും കായും ഒക്കെ അമ്മയ്ക്ക് കൊടുത്തു വിട്ടു കേട്ടോ. ഇവിടുത്തെ ചേട്ടയുടെ അമ്മയ്ക്ക് കൊടുത്തു വിട്ടു. അങ്ങനെ ബാക്കി ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻകറി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിൻ ജോലി അങ്ങ് കഴിയുമല്ലോ. ചോറ് കുറച്ച് ഇന്നലത്തെ ഇരിപ്പുണ്ട്. പിന്നെ ചുമന്നരി ഇട്ട് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ചുമന്നരിയല്ലേ പറ്റുന്നത്. അപ്പോൾ അത് ഇട്ട് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്കുള്ള വെള്ളച്ചോറ് ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അതിനെ തിളപ്പിച്ചുറ്റി എടുത്താൽ മതി. അപ്പോൾ ഉച്ചക്കലത്തേന് ഇന്ന് നമുക്ക് മീൻ വറുത്തതും മീൻകറിയും പിന്നെ മോര് കറിയും ചോറുമാണ് കഴിക്കാൻ. പിന്നെ നമ്മൾ കുറച്ച് പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ മൊത്തം അങ്ങ് എടുത്ത് മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ കട്ട് ചെയ്തപ്പോഴേ ഇവിടെ മൊത്തം ആയായിരുന്നു. 2-3 പൂച്ചക്കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഇട്ട് കൊടുത്ത് അവരെടുത്തുകൊണ്ട് പോയി പലയിടത്ത് വെച്ചിട്ടായിരുന്നു കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബ്ലഡും അഴുക്കും ചെതുമ്പലും ഒക്കെ അവിടെ എല്ലാം ആയി. ഭയങ്കര ഈച്ചശല്യമായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ അങ്ങ് കുറച്ച് നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് അങ്ങ് വെള്ളം ഒഴിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തിരി മണമൊക്കെ ആകുമ്പം ഈച്ചശല്യം വെച്ചിട്ട് കുറയുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് കഴിഞ്ഞ് നാരങ്ങ വെള്ളം കലക്കാമെന്ന് വിചാരിച്ചു. നാരങ്ങ വെള്ളം കലക്കുന്നത് പാഷൻ ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് നാരങ്ങ വെള്ളം കലക്കാനായിട്ടുള്ള താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം കലക്കിയിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാമെന്ന്. അപ്പം നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും നാരങ്ങ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റും നല്ല കോമ്പിനേഷൻ, നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നീലൂട്ടനും ഇഷ്ടപ്പെടും. ജ്യൂസ് ഒരിക്കൽ ഞങ്ങൾ ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ച ഒരു കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. സ്ട്രോ ഇട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു കുപ്പി. അപ്പോൾ അതിലൊഴിച്ച് കൊടുത്താൽ അവൻ മടി കാണിക്കാതെ കുടിക്കും. അപ്പം ഞാൻ അതിലൊഴിച്ച് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നാരങ്ങ വെള്ളം കലക്കി അരിച്ച് അപ്പുറത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഈ പാഷൻ ഫ്രൂട്ടും കൂടെ കട്ട് ചെയ്ത് ഇട്ടിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഈ നാരങ്ങ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ആക്കി എടുത്തപ്പം ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പഞ്ചസാര ഞാൻ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നേ. പഞ്ചസാര അധികം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഇപ്പം. അപ്പോൾ ഞാൻ നീലൂട്ടന് വേണ്ടിയിട്ട് ഈ ഒരു കുപ്പിയുടെ കാര്യമോ പറഞ്ഞത് കേട്ടോ. ഇത് ഇങ്ങനെ കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പയർ അരിയാനായിട്ട് വന്നത്. അപ്പോൾ പയർ കഴുകിയിട്ട് ചെവിടും ഒക്കെ കണ്ടിച്ച് കളഞ്ഞിട്ട് ഹാളി വന്നിരുന്നു കേട്ടോ. അടുക്കളയിൽ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നേ. മഴക്കോളം ഉണ്ടെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൂടെ കൊടുത്തിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട്. നീലൂട്ടിന് കൊടുത്തതിനകത്തുനിന്ന് അമ്മ എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞേ. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പം അത് കഴിഞ്ഞിട്ട് പയറും മെഴുക്കുവരട്ടി വെച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പോയി കുളിക്കാനാണ്. കുളിച്ചിട്ട് വേണം ഇനി ഉച്ചക്കാലത്തെ എല്ലാം കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നീലൂട്ടന് ചോറ് കൊടുക്കാനായിട്ട് എടുക്കും കേട്ടോ. നീലൂട്ടന് കൊടുക്കുന്നത് മോരുകറിയും ചോറും പയറും മെഴുക്കുവരട്ടിയും മീൻ വറുത്തതുമാണേ. കറി ഒഴിച്ച് അവൻ കഴിക്കത്തില്ല, എരിയാന്നും പറഞ്ഞ്. അപ്പോൾ മോരുകറിയും കൂട്ടി ചോറ് കഴിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. നാളെ കാണാം.